ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഏറ്റവും പുതിയൊരു അക്കാദമിക് ഇയർ അധ്യയന വർഷം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ റിസൾട്ടുകൾ ഒരു വശത്ത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അഡ്മിഷൻ തുടങ്ങാൻ പോകുന്നു. അതിലേറെ ആയിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ വീണ്ടും സ്കൂളുകളിലേക്ക് കടന്നു ചെല്ലാൻ പോകുന്നു. ഇത്തവണ ഒരുപാട് മാറ്റങ്ങളാണ്, വമ്പൻ പ്രഖ്യാപനങ്ങളാണ്, വിദ്യാഭ്യാസ മേഖലയെ മുഴുവനായിട്ട് വാർത്തുടയ്ക്കുന്ന തീരുമാനങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇനി വരാൻ പോകുന്നത് പുതിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ആരാണ് എന്നറിയാൻ നമ്മൾ എല്ലാവരും ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ്. എന്തായാലും കേരളത്തിന്റെ ഏറ്റവും പുതിയ മുഖ്യമന്ത്രിയായിട്ട് ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ അവർക്ക് ചുമതലയേറ്റതോടുകൂടി പ്രഖ്യാപനങ്ങൾ ഒരുപാടാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ സാധ്യതയുള്ള തീരുമാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ നമ്മുടെ SSLC റിസൾട്ടാണ് ചർച്ച ചെയ്തതെങ്കിലും ആ ഒരു പരീക്ഷാ യോഗത്തിൽ മറ്റു പല കാര്യങ്ങളും ചർച്ചയായിട്ടുണ്ട്. പ്രധാനമായിട്ടും സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ സ്കൂളുകളുടെയും ശുചിത്വം, ഇപ്പം മഴക്കാലമാണ് വരാൻ പോകുന്നത്, ശുചിത്വപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഓരോ സ്കൂളുകളിലും PTA മീറ്റിംഗ് കൂടിക്കൊണ്ട് പുതിയ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായിട്ടുള്ള ഒരുക്കൽ, അതോടൊപ്പം തന്നെ അച്ചടി പൂർത്തിയാകാതെയുള്ള ഒരു വലിയ പ്രതിസന്ധി, ഭരണ പ്രതിസന്ധി നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മുഴുവനായിട്ട് കൊടുത്തു തീർത്തു എന്ന് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായിട്ടില്ല എന്ന വാർത്ത നമ്മൾ കേട്ടതാണ്. അത് എന്തായാലും ഈ പറയുന്ന മെയ് 31 മുമ്പ് തന്നെ അച്ചടി മുഴുവനായിട്ട് പൂർത്തിയാക്കി വിദ്യാർത്ഥികൾക്ക് അത് വിതരണം ചെയ്യുവാനുള്ള ഒരു നടപടി ത്വരിതഗതിയിൽ ഇപ്പോൾ നടത്തി വരികയാണ്. അതിലുപരി ഈ പറയുന്ന പ്രഖ്യാപനങ്ങൾ, ഇപ്പോൾ പുതിയൊരു സ്കൂൾ തുറക്കുമ്പോൾ തന്നെ ഈ സൗജന്യ ബസ് യാത്ര, അതുപോലെ ഇനി അടുത്തൊരു കോളേജ് തുടങ്ങുമ്പോൾ തന്നെ ഈ പെൺകുട്ടികൾക്ക് 1000 രൂപ, അത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്, BPL ആണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ സാമ്പത്തിക ക്രൈറ്റീരിയ ആണോ, അതിലൊരു കൃത്യത വരേണ്ടതുണ്ട്. അതിനു പുറമെ ഈ SSLC+2 വിജയിക്കുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ തന്നെ സ്കോളർഷിപ്പുകൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഡയറക്റ്റ് പ്രതിഭാ പുരസ്കാരങ്ങൾ ഇത്തവണ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ടത്, ഈ പറയുന്ന കോളേജ് വിദ്യാർത്ഥികളിൽ തൊഴിലന്വേഷകർക്ക് പ്രത്യേക പൈസ 1000 രൂപ പ്രതിമാസം ഇതിന് മുമ്പത്തെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അതെങ്ങനെ തുടരുമെന്നും അതോടൊപ്പം തന്നെ സംരംഭം തുടങ്ങാൻ 5 ലക്ഷം വരെ പലിശരഹിത ലോണും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. +1 വിദ്യാർത്ഥികളൊക്കെ കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സീറ്റ് വർധനയാണ്. അപ്പോൾ ഇന്നത്തെ റിസൾട്ട് വന്നാൽ മാത്രമാണ് ഏകദേശം അതിനനുസരിച്ച് സീറ്റുകൾ ആനുപാതികമായിട്ട് വർദ്ധിപ്പിക്കുമോ എന്ന് പുതിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയുടെ അവസാന തീരുമാനത്തിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ ആശങ്കപ്പെടുന്ന മറ്റൊരു കാര്യമാണ് +1 ഇംപ്രൂവ്മെന്റ്. അതിന്റെ ഡേറ്റും ഈ പറഞ്ഞ പോലെ +2 വരെ നീട്ടിക്കൊണ്ടു പോകാതെ മുമ്പോട്ട് നടത്തിക്കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായിരിക്കും. അതിലും ഒരു തീരുമാനം. ഇത്തരത്തിൽ നമ്മൾ മുമ്പിൽ പ്രതീക്ഷിക്കുന്നത് നിരവധി കിടിലൻ പ്രഖ്യാപനങ്ങളാണ്. സോ കാത്തിരിക്കാം. എന്തായാലും സ്കൂൾ തുറക്കുന്നത് ഇത്തവണ ഒരു പുതിയ രീതിയിലായിരിക്കും. ഒരു വിദ്യാർത്ഥികൾക്ക് പുത്തൻ ഉണർവേകുന്ന മാറ്റങ്ങളോടുകൂടിയായിരിക്കും. ഇതിൽ യാതൊരുവിധ സംശയവും വേണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം എന്താണ്? ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്ക്.